ഇറാനുമായി തങ്ങൾ കരാറിലേർപ്പെട്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളിൽ ഞെട്ടിയത് ഇസ്രയേലാണ്. ഇന്നലെ വരെ ഒപ്പം നിന്ന് പോരടിച്ച അമേരിക്ക ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ മറുകണ്ഠം ചാടി എന്നത് അവിശ്വസനീയമാണെന്ന് ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞു. വിടുവായുത്വം പറയുന്നത് പതിവാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് കള്ളം പറയുന്നതാണെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. എന്നാൽ ട്രംപ് പറഞ്ഞത് സത്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ തന്നെ രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുവെന്ന് ഇസ്രയേലിന് ബോധ്യമായി കഴിഞ്ഞു. US-ൽ നിന്ന് ചില സന്ദേശങ്ങൾ ലഭിച്ചതായും അവ അവലോകനം ചെയ്തു വരികയാണെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇറാൻ US സംഘർഷം ലഘൂകരിക്കുന്നതിനായി തുർക്കി, ഈജിപ്ത്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിവരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മധ്യസ്ഥർ വഴി US-ൽ നിന്ന് ഞങ്ങൾക്ക് ചില സന്ദേശങ്ങൾ ലഭിച്ചെന്നും അവ അവലോകനം ചെയ്തു വരികയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഊർജ്ജ പശ്ചാത്തല സൗകര്യങ്ങൾക്കും കപ്പൽ ഗതാഗതത്തിനും നേരെയുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനാണ് വിഷയത്തിൽ ഇടപെട്ട് ഈജിപ്തും തുർക്കിയും പ്രധാനമായും ശ്രമിക്കുന്നത്. മേഖലയിൽ ഒരു ഊർജ്ജ ദുരന്തം ഒഴിവാക്കാൻ ഈ ഇടപെടലുകൾ സഹായിച്ചതായി നയതന്ത്ര പ്രതിനിധികൾ വിലയിരുത്തുന്നുണ്ട്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിഡാനുമായി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിൽ തുർക്കി മുമ്പ് മധ്യസ്ഥയായി പ്രവർത്തിച്ചിരുന്നു. അതേ റോൾ തന്നെയാണ് ഇവിടെ തുർക്കി സ്വീകരിക്കുന്നത്. US-ഉം ഇറാനും തമ്മിൽ സന്ദേശങ്ങൾ കൈമാറിയോ എന്ന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കാൻ വിസമ്മതിച്ചെങ്കിലും സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തർ, സൗദി അറേബ്യ, പാകിസ്ഥാൻ, ഈജിപ്ത്, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെയും US ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തിയതായി തുർക്കി ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇറാനുമായി സന്ദേശങ്ങൾ കൈമാറിയതായി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം അയയുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ നടത്താനിരുന്ന സൈനിക ആക്രമണങ്ങൾ 5 ദിവസത്തേക്ക് നീട്ടിവെക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ചർച്ചകൾ വളരെ പുരോഗമനപരമാണെന്നും പശ്ചിമേഷ്യയിലെ ശത്രുത അവസാനിപ്പിക്കുന്നതിനായുള്ള പൂർണ്ണമായ പരിഹാരത്തിലേക്ക് നീങ്ങുകയാണെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞു. ചർച്ചകളുടെ സ്വഭാവം കണക്കിലെടുത്താണ് ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ യുദ്ധവകുപ്പിന് നിർദ്ദേശം നൽകിയതെന്നും ട്രംപ് പറഞ്ഞു. ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി തന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഉപദേഷ്ടാവ് ജാരഡ് കുഷ്നറും ചർച്ചകൾ നടത്തിയതായി ട്രംപ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ധാരണയായെന്നും ഇത് എല്ലാവർക്കും ഗുണകരമായ ഒരു കരാറായി മാറുമെന്നും ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ നേരിട്ട് ചർച്ചകൾ നടത്തിയെന്ന അമേരിക്കയുടെ അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് ഇറാൻ സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫ് രംഗത്തെത്തി. നേരിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇത് എണ്ണ വിപണിയെയും സാമ്പത്തിക വിപണിയെയും സ്വാധീനിക്കാനുള്ള അമേരിക്കയുടെ വ്യാജ വാർത്ത ആണെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അമേരിക്കയും ഇസ്രയേലും കുടുങ്ങിക്കിടക്കുന്ന ചതുപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണിതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രതിരോധ നടപടികൾ തുടരുമെന്നും സൈനിക സമ്മർദ്ദം കൊണ്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ പഴയ സാഹചര്യം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്നും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ നയതന്ത്ര നീക്കങ്ങൾ ആഗോള വിപണിയിൽ വലിയ ആശ്വാസമാണ് നൽകിയത്. ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിഞ്ഞ് ബാരലിന് $100 താഴെയെത്തിയിട്ടുണ്ട്. നേരത്തെ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചതിനെ തുടർന്ന് വിതരണം തടസ്സപ്പെടുമെന്ന ഭീതിയിൽ വില കുതിച്ചുയർന്നിരുന്നു. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 ഈ തന്ത്രപ്രധാന പാതയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതിനാൽ ഈ നയതന്ത്ര ചർച്ചയ്ക്ക് ആഗോള പ്രാധാന്യം കൈവരുന്നുണ്ട്.